ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർത്തും ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള ഒരു ജയം തന്നെ എന്ന് വേണം പറയാൻ. 128 റൺസ് വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസ് ആയിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ ഇത് ഇന്ത്യക്ക് ഏഷ്യാ കപ്പിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയമാണ് ഉണ്ടായിരിക്കുന്നത്. തകർച്ചയോടെ പാകിസ്ഥാൻ എന്ന് തന്നെ വേണം പറയാൻ. തീർത്തും ആധിപത്യം ഉറപ്പിച്ച ഒരു മത്സരം അല്ലെങ്കിൽ ഒരു ജയം എന്ന് വേണം പറയാൻ. എൽദോ പോൾ പുതുശ്ശേരി ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. എൽദോ, കഴിഞ്ഞ തവണ നമ്മൾ ഇതേ വാർത്ത പറഞ്ഞപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പോൾ ഇതേ ഇന്ത്യക്ക് തകർപ്പൻ ജയം വന്നിരിക്കുന്നു. എന്താണ് കൂടുതൽ പറയാനുള്ളത്? വിക്കറ്റ് മാത്രം നഷ്ടം, അതായത് 7 വിക്കറ്റ് ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 120 റൺസ് എന്ന സാമാന്യം ചെറിയ ടോട്ടലായിട്ടുള്ള വിജയലക്ഷ്യത്തെ ഇന്ത്യ 15.5 ഓവറിൽ ഇന്ത്യ മറികടന്നു എന്നതാണ്. അതായത് ഇന്ത്യക്ക് ഇനിയും എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്നുണ്ട്. ഇതിൽ അതായത് 25 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ 7 വിക്കറ്റിന്റെ അതിമനോഹരമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ജയം സ്വന്തമാക്കി പാകിസ്ഥാനെ ഒരിക്കൽ കൂടി തകർക്കുകയാണ് ഇന്ത്യ. 2020-ൽ ഇന്ത്യയുടെ ആധിപത്യം തുടരുകയാണ് പാകിസ്ഥാനെതിരെ. നിലവിൽ ഇന്ത്യയുടെ 14ാമത്തെ മത്സരമായിരുന്നു പാകിസ്ഥാനെതിരെ 2020-ൽ. അതായത് ഇന്നത്തെ മത്സരത്തിലെ ഫലം കൂടിയാവുമ്പോൾ ഇന്ത്യ 11 ജയങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ സ്വന്തമാക്കി. 14 രാജ്യാന്തര 2020 മത്സരങ്ങളിൽ നിന്നും ഏഷ്യ കപ്പിലും ഇന്ത്യയുടെ കുതിപ്പ് തുടരുകയാണ്. ഏഷ്യ കപ്പിലും ഇന്ത്യ പാകിസ്ഥാനെതിരെയുള്ള തേരോട്ടം തുടരുകയാണ്. നിലവിൽ ഏഷ്യ കപ്പ് ചാമ്പ്യന്മാർ എന്നതിനപ്പുറം ലോക ചാമ്പ്യന്മാരാണ്. ആ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ദുബായിൽ ഇന്ന് ഇന്ത്യ ആ പ്രകടനം കാഴ്ചവെച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത് പാകിസ്ഥാനെ 127 റൺസിൽ ഒതുക്കി. 9 വിക്കറ്റ് നഷ്ടത്തിലാണ് പാകിസ്ഥാൻ 127 റൺസ് എടുത്തതെങ്കിൽ ഇന്ത്യ കേവലം 3 വിക്കറ്റ് നഷ്ടത്തിൽ, അതായത് 31 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെയും 10 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലിന്റെയും 31 റൺസ് എടുത്ത തിലക് വർമ്മയുടെയും വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു വി സാംസൺ അല്ല 5ാമത് ബാറ്റിംഗ് ഇറങ്ങിയത് എന്നുള്ള ശ്രദ്ധേയമാണ്. സഞ്ജു വി സാംസണിന് പകരം ശിവൻ ദുബെയാണ് ഒരു ഫിനിഷർ റോളിലേക്ക് മുന്നിലേക്ക് ഇന്ത്യ കയറ്റിവിട്ടത്. അതായത് ഈ ജയത്തോടുകൂടി ഇന്ത്യ ഈ ഏഷ്യ കപ്പിലെ അടുത്ത ഘട്ടത്തിലേക്ക്, നോക്കൌട്ട് ഘട്ടത്തിലേക്ക് ഇന്ത്യ എത്തി എന്നുള്ളത് ഉറപ്പിക്കാനുള്ള സാഹചര്യം കൂടി ആയിട്ടുണ്ട്. പാകിസ്ഥാന് ഇനിയും കാത്തിരിക്കണം. അടുത്ത മത്സരത്തിന് ഫലം കൂടി കാത്തിരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യമാണ്. നിലവിൽ ഇന്ത്യയുടെ പ്രകടനം അത് ആധികാരികമായിരുന്നു, ഏറ്റവും മേധാവിത്വം നിറഞ്ഞതായിരുന്നു. ദുബായിൽ സമ്പൂർണ്ണമായിട്ട് മത്സരത്തിന്റെ തുടക്കം മുതൽ ടോസിൽ മാത്രമാണ് പാകിസ്ഥാന് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ആനുകൂല്യമോ മേധാവിത്വമോ ഉണ്ടായിട്ടുള്ളത്. ടോസിലെ ഭാഗ്യം പാകിസ്ഥാൻ ആയിരുന്നെങ്കിൽ പോലും കളിക്കളത്തിൽ സമ്പൂർണ്ണമായിട്ടും ഇന്ത്യൻ ആധിപത്യമായിരുന്നു എന്ന് പറയാം. ഇന്ത്യയുടെ യുവനിരയാണ് പാകിസ്ഥാന്റെ യുവനിരയാണ്. പക്ഷേ ഇന്ത്യൻ യുവനിര പാകിസ്ഥാൻ യുവനിരയേക്കാൾ എത്രത്തോളം മുകളിലാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രകടനമാണ് ഇന്ന് നമ്മൾ ദുബായിലെ ഈ മത്സരത്തിൽ കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 9 വിക്കറ്റ് 127 റൺസ് എടുക്കുമ്പോൾ അതിൽ ഇന്ത്യൻ സ്പിന്നർമാരുടെ പ്രകടനമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവും 2 വിക്കറ്റ് വീഴ്ത്തിയ അക്ഷർ പട്ടേലുമാണ് കളിയിൽ നിർണായകമായത്. ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റ് സ്വന്തമാക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇന്ത്യൻ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ പിടിച്ചുകെട്ടി. പക്ഷേ അവസാന ഓവറുകളിലെ ഷഹീൻ ഷാ അഫ്രീദിയുടെ ബാറ്റിംഗ് പ്രകടനമാണ് പാകിസ്ഥാന് ഭേദപ്പെട്ട ഒരു സ്കോറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ ഈ സ്കോർ ഇന്ത്യക്ക് മതിയാകുമായിരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് പാകിസ്ഥാന് ആദ്യ ബാറ്റിംഗ് കഴിഞ്ഞ് കാരണം ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത്, ഇന്ത്യയുടെ ബാറ്റർമാരുടെ ഒരു കഴിവ്, അവരുടെ ഫോം, അവരുടെ എത്രത്തോളം ആഴമുണ്ട് ആ ബാറ്റിംഗ് നിരക്ക് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയുന്നതാണ്. സമീപകാല ക്രിക്കറ്റിൽ ലോക ക്രിക്കറ്റിലെ ചാമ്പ്യന്മാർ ഇന്ത്യ ആണെങ്കിൽ അതിന്റെ പ്രകടനം മുഴുവൻ ഇന്ത്യ പുറത്തെടുക്കുന്നുണ്ട് 2020-ൽ ഈ സമയങ്ങൾ അത്രയും. അപ്പോൾ ഇന്ത്യയുടെ യുവനിരയാണെങ്കിൽ പോലും, അതും വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ ഒന്നും ഇല്ലാത്ത ഇന്ത്യൻ സംഘമാണെങ്കിൽ പോലും അവരുടെ ഒന്നും അഭാവത്തെ ഒരു തരത്തിലും നിഴലിക്കാത്ത വിധത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്തു. ദുബായിലെ ആ ആവേശ പോരിൽ ഇന്ത്യ അങ്ങനെ ജയം സ്വന്തമാക്കി. 15.5 ഓവറിൽ ഇന്ത്യ ജയം സ്വന്തമാക്കി. 25 പന്തുകൾ ബാക്കി നിർത്തി ഇന്ത്യ ജയം സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇന്ത്യയുടെ ബാറ്റിംഗ് മികവ്, ഒപ്പം ബോളിംഗ് മികവ്, ഫീൽഡിംഗ് മികവ് എല്ലാം ചേർത്ത് വെക്കണം. ഇന്ത്യയുടെ ഓൾറൗണ്ട് മികവിലാണ് ഇന്ത്യ പാകിസ്ഥാനെ തകർത്തുവിട്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു. കാരണം പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഒരു രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം കളിച്ചത് ഇന്ത്യ ഇന്ന് ദുബായിലാണ്. അവിടെ പഹൽഗാം ഭീകരാക്രമണം, ഒപ്പം അതിനൊപ്പം തന്നെ പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വിയോജിപ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണക്കാക്കണം.
ഈ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയത്. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഇപ്പോൾ 4 പോയിന്റുമായി മുന്നിലാണ്. 2 മത്സരവും ജയിച്ചു ഇന്ത്യ. പാകിസ്ഥാൻ ആവട്ടെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ തോറ്റു. അതായത് പാകിസ്ഥാൻ ഇനി UAE എതിരായിട്ടുള്ള മത്സരം ബാക്കി നിൽക്കുന്നുണ്ട്. ഇന്ത്യ ഇനി നേരിടേണ്ടത് ഒമാനെയാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അനായാസം ഒമാനെ മറികടക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ദുർബലമായിട്ടുള്ള സംഘം മാത്രമാണ് ഒമാൻ. എന്നാലും പാകിസ്ഥാനാണ് നേരിയ തോതിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതൊരു വെല്ലുവിളി പോയിട്ട് ഇന്ത്യയെ ഒരു തരത്തിലും ഭയപ്പെടുത്തുന്നതോ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും മേധാവിത്വം പുലർത്താൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വ്യക്തമായിട്ടുള്ള മേധാവിത്വത്തോടെ ശക്തമായ സംഘം തങ്ങളാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ഏറ്റവും ഒടുവിൽ അവസാനം വരെ ബാറ്റ് ചെയ്ത് ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കളിച്ച് പാകിസ്ഥാനെതിരെ അത്രമാത്രം മികച്ച പ്രകടനമൊന്നും സൂര്യകുമാർ യാദവിന് നേരത്തെ പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് 47 റൺസാണ് സൂര്യകുമാർ യാദവ് സ്കോർ ചെയ്തത്. 37 പന്തിൽ 47 റൺസുമായി ഒരു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് എന്താണോ അത് പ്രകടമാക്കിയിട്ടുണ്ട് സൂര്യകുമാർ യാദവ്. ഒപ്പം തന്നെ 31 റൺസ് എടുത്ത് തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് കൃത്യമായിട്ട് സംഭാവന നൽകി. അങ്ങനെ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ എല്ലാവരും കൃത്യമായിട്ട് സംഭാവന നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയം. ശുഭ്മാൻ ഗില്ല് 10 റൺസ് എടുത്ത് ഔട്ടായത് അതൊരു സ്റ്റംപിംഗ് വിക്കറ്റ് ആയിരുന്നു. അതായത് വിക്കറ്റ് കീപ്പർ സ്റ്റംപ് ചെയ്ത് പുറത്താക്കുകയാണ് ശുഭ്മാൻ ഗില്ലിനെ. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യ 5 മുൻനിര ബാറ്റർമാരും ഇരട്ടേക്കം കടന്നിട്ടുണ്ട്. ശിവൻ ദുബെ 10 റൺസുമായിട്ടാണ് ക്രീസിൽ തുടരുന്നത്. ശിവൻ ദുബെയും സൂര്യകുമാർ യാദവുമാണ് ഇന്ത്യ വിജയ റൺ കുറിക്കുമ്പോൾ ക്രീസിലുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇത് ഇന്ത്യ അർഹിച്ച ജയമാണ്. ഇന്ത്യക്ക് ഉറപ്പായിട്ടും കൃത്യമായിട്ട് മേധാവിത്വം പുലർത്തി തന്നെ ഈ ജയം സ്വന്തമാക്കി എന്ന് പറയാം. ഇനി ആദ്യം ബോൾ ചെയ്ത ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും മികച്ച തുടക്കം നൽകി. ആദ്യ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ വിക്കറ്റ് വീഴ്ത്തി. പിന്നാലെ ജസ്പ്രീത് ബുംറയും ആ വിക്കറ്റ് വേട്ടയിൽ പങ്കുചേർന്നു. 2 വിക്കറ്റാണ് ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയത്. ഇന്ത്യൻ സ്പിന്നർമാരുടെ പ്രകടനമാണ് ശ്രദ്ധേയം. ഇന്ത്യൻ സ്പിന്നർമാർ മികവ് കാട്ടിയ പിച്ചിൽ പക്ഷേ പാകിസ്ഥാന്റെ സ്പിന്നർമാർക്ക് എത്രത്തോളം മികവിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് സംശയകരമാണ്. ആകെ സൈം അയ്യൂബ് 3 വിക്കറ്റ് വീഴ്ത്തിയ സൈം അയ്യൂബിന്റെ ബോളിംഗ് പ്രകടനം മാത്രമാണ് ഇതിൽ പാകിസ്ഥാന് ആശ്വസിക്കാൻ വകയുള്ളത്. അതായത് ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ള 3 വിക്കറ്റ് വീഴ്ത്തിയത് പാകിസ്ഥാന്റെ ഓഫ് ബ്രേക്ക് ബോളർ ആയിട്ടുള്ള സൈം അയ്യൂബാണ്. ഈ 3 വിക്കറ്റ് വീഴ്ത്തിയ സൈം അയ്യൂബിനെ മാത്രം ആശ്വസിക്കാം താൻ എന്ന് ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന്. മറ്റ് ബോളർമാർ ഷഹീൻ ഷാ അഫ്രീദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലവട്ടം ഷഹീൻ ഷാ അഫ്രീദി ഇന്ത്യൻ ബാറ്റർമാർ പ്രത്യേകിച്ച് ഓപ്പണർമാരെ ഭയപ്പെടുത്തുന്ന ആളാണ്. ഷോയിബ് അക്തറിനോ അല്ലെങ്കിൽ അതിനൊക്കെ ശേഷം ഇന്ത്യൻ ബാറ്റർമാർ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഷഹീൻ ഷാ അഫ്രീദിയാണ്. പക്ഷെ ഇന്ന് ഷഹീൻ ഷാ അഫ്രീദിയെ നിഷ്പ്രഭനാക്കുന്ന തരത്തിലാണ് ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് വീശിയത്. 11.50 ഷഹീൻ ഷാ അഫ്രീദിയുടെ എക്കണോമി. അതായത് 2 ഓവറിൽ 23 റൺസ് വഴങ്ങി വിക്കറ്റ് നേടാൻ കഴിയാതെ നാണം കെട്ട് മടങ്ങിയായിരുന്നു ഷഹീൻ ഷാ അഫ്രീദി. അതിൽ വ്യക്തമാണ് എത്രമാത്രം ഇന്ത്യ കൃത്യമായി പ്ലാൻ ചെയ്താണ് അഫ്രീദിക്കെതിരെ ബാറ്റ് ചെയ്യാനിറങ്ങിയെന്ന്. അതിന്റെ ഒരു മികവ് തന്നെയാണ് ഇന്ത്യ പ്രകടമാക്കിയത്. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം 128 എന്നുള്ളത് അത്രമാത്രം മികച്ച ടോട്ടൽ അല്ല. ഇന്ത്യന്റെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഇത്രയും ആഴത്തിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കൃത്യമായും ഏഷ്യ കപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയാണ്. സൂര്യകുമാർ യാദവ് അങ്ങനെ 47 റൺസുമായി ടോപ്പ് സ്കോററായി. ശിവൻ ദുബെ 10 റൺസ് എടുത്ത് പുറത്താകാതെ ക്രീസിൽ നിന്നു. തിലക് വർമ്മയും സൂര്യകുമാർ നേടിയ 56 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഈ മത്സരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായതെന്ന് പറയാം. പാകിസ്ഥാൻ ആഗ്രഹിക്കാനും ആശ്വസിക്കാനും ഏക ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അത് പാകിസ്ഥാൻ സ്പിന്നറായിട്ടുള്ള സൈം അയ്യൂബിന്റെ 3 വിക്കറ്റ് മാത്രമാണിതെല്ലാം. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ എന്ന് തന്നെ വേണം പറയാൻ. തീർത്തും ആധിപത്യം ഉറപ്പിച്ച ഒരു വിജയം തന്നെയായിരുന്നു ഇന്ത്യക്ക് മിന്നും ജയമാണ് ഇന്ന് ഏഷ്യ കപ്പിലൂടെ നമ്മൾ കണ്ടിരിക്കുന്നത്. 7 വിക്കറ്റ് ബാക്കി നിൽക്കെ 15.5 ഓവറിൽ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ.